Hi everyone, this is Vipin Safe from Evika. ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ബില്ല് നമ്മൾ കുറേയധികം എക്സൈറ്റിംഗ് ആയ കാര്യങ്ങളും അതോടൊപ്പം തന്നെ കുറച്ച് റിപ്പോർട്ട്സും പറയുന്നുണ്ട്. ഇതേപോലെ ആപ്പിളിൻ്റെ റെഗുലർ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ്. സിമ്പിൾ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചെയ്യാം. അത് നമുക്ക് വലിയൊരു കാര്യമാണ്. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിലോ കിടിലൻ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് വീക്കിലി അവൈലബിൾ ആയിരിക്കും. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, എൻജോയ് ചെയ്യുക. സോ ദിസ് ഇസ് യു ബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും നമുക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26.5.1 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ നമ്മുടെ ഐഫോൺ എസ്പെഷ്യലി 17 സീരീസിനും എയർ സീരീസിനും മാത്രം, ഐഫോണിൽ ഈ പറഞ്ഞ 2 സീരീസിനും മാത്രം കേബിൾ കുത്തി കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യുമ്പോൾ ചാർജ് കയറുന്നുണ്ടായിരുന്നില്ല, ബാറ്ററി ഡ്രെയിൻ ആവുന്ന ഒരു മേജർ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന iOSനും മാക്കോസിനും മാത്രമാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. തൊട്ട് ഈ പറഞ്ഞ 16 സീരീസിന് പോലും അപ്ഡേറ്റ് വന്നിട്ടില്ല. അതൊരു ബഗ്ഗോ കാരണം കൊണ്ടല്ല, ആപ്പിൾ ഇത് റിലീസ് ചെയ്തിരുന്നത് 17 സീരീസിനും എയർ സീരീസിനും മാത്രമാണ്. അത് ഓർത്ത് വെക്കുക. ഇനി വേറൊരു കാര്യം, ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്നത് നാളെ കാണാൻ പോകുന്ന ഡബ് 26 വേണ്ടിയാണ്. iOS 27, iPadOS, macOS, watchOS, tvOS എന്നിങ്ങനെ ഇഷ്ടം പോലെ സോഫ്റ്റ്വെയർസ് ആണ് വരാൻ പോകുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയർ ഇവൻറ്റ് കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് എവിക്ക ഒരു ലൈവ് സ്ട്രീമിംഗ് ഇവൻറ്റ് സെറ്റ് ചെയ്യാണ്. നമ്മുടെ യൂട്യൂബിൽ ലൈവ് സ്ട്രീമിംഗ് ഇവൻറ്റ് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു വെന്യൂവിൽ കേരളത്തിലെ എറണാകുളത്തുള്ള ഒരു സ്ഥലത്ത് നമ്മളൊരു വെന്യൂ എടുത്ത് കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സൊക്കെ ആയിട്ട് ആ ഒരു ഇവൻറ്റ് ഫിസിക്കലി നമ്മളൊരു സ്ഥലത്ത് കാണാമെന്ന് വെച്ചാൽ ഉള്ളൊരു മൂഡിലാണ് സംഭവം സെറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ കൊച്ചിയിലുണ്ട് അല്ലെങ്കിൽ എറണാകുളത്തുണ്ടെങ്കിൽ ഈ ഒരു ഇവൻറ്റിൽ, നമ്മുടെ ഈ എവിക്കയുടെ ഒരു ഇവൻറ്റിൽ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ജസ്റ്റ് ആപ്പിൾ ഇവൻറ്റ് കാണിക്കുക മാത്രമല്ല, ഒരു കുറേ Q&A സെഷൻസും പ്രൊഡിക്ഷൻ ഗെയിംസും ഗിഫ്റ്റും അങ്ങനെ കുറേ അധികം കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ട്. കൊച്ചിയിലുള്ള അല്ലെങ്കിൽ എറണാകുളത്തുള്ള എല്ലാ ഫ്രണ്ട്സും, ആപ്പിൾ ഫ്രണ്ട്സും അതിൽ ജോയിൻ ചെയ്യുക. കാരണം ഒരു അടിപൊളി പരിപാടിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. കേരളത്തിലെ ഫസ്റ്റ് ആയിട്ടെന്ന് മാത്രമല്ല, ഏറ്റവും എന്താ പറയുക, ഗ്രോയിങ് ആപ്പിൾ കമ്മ്യൂണിറ്റി ആയിട്ടും എവിക്ക മാറ്റണം. അത് നിങ്ങളുടെ സപ്പോർട്ട് ഹ്യൂജായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇത് ഐഫോൺ യൂസർ ആയിക്കോട്ടെ, മാക് യൂസർ ആയിക്കോട്ടെ, വാച്ച് യൂസർ ആയിക്കോട്ടെ, ഐപാഡ് യൂസർ ആയിക്കോട്ടെ, എല്ലാവർക്കും കാണാൻ പറ്റിയ ഇവൻ്റാണ് ഡബ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം, രജിസ്ട്രേഷൻ ചെയ്യണം. കാരണം അതിൽ എത്ര പേര് വരുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറയുന്നത്. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക. എന്തായാലും വരണം. എസ്പെഷ്യലി എറണാകുളത്ത് നമ്മുടെ കടവന്ത്രല്ല, സ്കൈലൈൻ സിറ്റി പാർക്ക് എന്ന് പറഞ്ഞൊരു വെന്യൂലാണ് നമ്മൾ പരിപാടി കണ്ടക്ട് ചെയ്യുന്നത്. 8-ാം തീയതി രാത്രി 9:30 തൊട്ട് ഇവൻ്റ് തീരുന്നവരെ നമുക്കവിടെ അടിപൊളിയാക്കാം. വരിക, ജോയിൻ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ആപ്പിൾ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ വരാൻ പറയാം. ഞാൻ പേഴ്സണലോട് ഉണ്ടാവും. സോ നമുക്കവിടെ കുറച്ച് അടിപൊളി ഫൺ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു മൂഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും മറന്നു പോകാതെ അത് നമുക്ക് ഉഷാറാക്കണം. അടുത്തൊരു കാര്യം, ആപ്പിളിൻ്റെ കാർ കീ ഇന്ത്യയിലേക്ക് വരികയാണ്. ഐഫോണിലൊക്കെ നമുക്ക് ഇപ്പോൾ BMW ആയിക്കോട്ടെ, മെർക്ക് ആയിക്കോട്ടെ, നമ്മുടെയൊക്കെ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് കാർ അൺലോക്ക് ചെയ്യാനും ബാക്കി കീസ് നമുക്ക് വേറൊരാൾക്ക് ഷെയർ കൊടുക്കാനൊക്കെ പറ്റും. ഈ സംഭവം ഇന്ത്യയിലെ കാർ മാനുഫാക്ചറായ മഹീന്ദ്ര അല്ലെങ്കിൽ ഇന്ത്യൻ നിരത്തിൽ ഓടുന്ന മഹീന്ദ്ര കാറുകളിൽ വരികയാണ്. അതിൽ ഏറ്റവും വലിയ ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ടോപ്പ് ടയറിൽ നിൽക്കുന്ന ഇപ്പോൾ B6 ഇലക്ട്രിക്കൽ കാറില്ലേ, അവരെല്ലാം അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ നിൽക്കുന്ന കാറുകൾക്ക് ഏറ്റവും അധികം വരുമെന്ന് കേൾക്കുന്നുണ്ട്. മഹീന്ദ്ര വന്നാൽ ടാറ്റ വരും, ടാറ്റ വന്നാൽ ഹണ്ടൈ വരും. അങ്ങനെ ഇന്ത്യയിലും ആപ്പിൾ കാർ കീ കൂടെ വരുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ് തിങ്. കാരണം ആപ്പിൾ എന്ന് പറഞ്ഞ ഫോണിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് വരണം. ഇത് പറഞ്ഞപ്പോഴാണ് ആപ്പിൾ പേ എവിടെ എന്നുള്ള ഡൗട്ട്. ഇതും 2026 എൻഡിങ്ങിലൂടെ ഇന്ത്യക്കാർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് കിട്ടിയാലാണ് വാച്ച് കൊണ്ടും ഫോൺ കൊണ്ടൊക്കെ ടാപ്പ് ടു പേയും ഈസി ആയിട്ട് നമുക്ക് പേയ്മെൻ്റ് ഒക്കെ സക്സസ് ആക്കാൻ പറ്റുള്ളൂ. ഇപ്പം മാക്കിലൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയോ, ആപ്പിൾ പേ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഫിംഗർ അല്ലെങ്കിൽ നമ്മുടെ ടച്ച് ഐ ഡി വെച്ച് ഒതൻറ്റിക്കേറ്റ് ചെയ്യുക, പേയ്മെൻറ്റായി. അത്രയും സിമ്പിളാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേയിൽ പോയി ഗൂഗിൾ പേൻ്റെ കാര്യങ്ങൾ ചെയ്ത് OTP കൊടുത്ത് അത്രയും പണിയൊന്നുമില്ല. ഇപ്പോൾ കുറച്ചും കൂടി ഈസി ആക്കിയിട്ടുണ്ട് ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ. പക്ഷേ ആപ്പിൾ പേ ആസ് എ ആപ്പിൾ യൂസർ ഏറ്റവും ഫാസ്റ്റായിട്ടും സെക്യൂറായിട്ടും ചെയ്യാൻ പറ്റിയൊരു പേയ്മെൻറ്റ് മെത്തേഡ് ആപ്പിൾ പേ ആണ്. അത് ഇന്ത്യയിലേക്ക് വരണം, എത്രയും വേഗം വരണം. എന്നാലാണ് കുറച്ചുകൂടി ബെറ്റർ ആവുള്ളൂ. സോ ഈ ഡബിൻ്റെ കാര്യം പറയുമ്പോൾ
ടീം കുക്കിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഇവൻ്റ് ആയിരിക്കും W26 എന്ന് പറയുന്നത്. ജോൺ ടാനസ് ഇപ്പോൾ നമുക്ക് കുറേ കാണാൻ പറ്റും. മിക്കവാറും കുറേ അധികം കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനും അതേപോലെ പറയാനും ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അത് നമുക്ക് കാണാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ ഒരു ഇവൻറ്റിൽ മിക്കവാറും 2 പുതിയ പ്രൊഡക്റ്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് ഹോം പാഡ് മിനി അല്ലെങ്കിൽ ഹോം പോഡ് മിനി സെക്കൻഡ് ജനറേഷൻ, രണ്ടാമത്തത് ആപ്പിൾ TV 4K പുതിയ ജനറേഷൻ. ഈ പുതിയ ജനറേഷൻ ആപ്പിൾ TVയിൽ കുറച്ചും കൂടെ സ്ലൈറ്റ്ലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള റിമോട്ടൊക്കെ ഉണ്ടാവുമെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. മേ ബി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ഹോം പോഡ് സെക്കൻഡ് ജനറേഷനിൽ N2 എന്നുള്ള ചിപ്പ് വരും. അതോടൊപ്പം A18 Pro വിത്ത് 8GB RAM, ആപ്പിൾ ഇൻ്റലിജൻസ് ഇതൊക്കെ വരുമെന്ന് കേൾക്കുന്നുണ്ട് ഹോം പോഡ് മിനിയിൽ. ആൻഡ് ഹോം പാഡ് എന്ന് പറഞ്ഞ പുതിയ പ്രൊഡക്റ്റും വരും എന്ന് കേൾക്കുന്നുണ്ട്. ഈ പ്രൊഡക്റ്റുകളൊക്കെ വന്നിട്ട് ആസ് എ കൺസ്യൂമർ നമുക്ക് അത്രയും ബെനിഫിഷ്യൽ ആവണമെങ്കിൽ ഐഫോണിൻ്റെ അല്ലെങ്കിൽ ആപ്പിൾ എക്കോസിസ്റ്റം അത്രയും ഓപ്പൺ ആവണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കൊടുത്തത്. സാംസങ്ങിൽ S24, S25, S26 ഡിവൈസുകളിൽ ഇപ്പോൾ എയർ ഡ്രോപ്പ് സപ്പോർട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരന്മാരുണ്ടാവില്ല ഐഫോണിൽ ഫോട്ടോ എടുത്തിട്ട് സെൻഡ് ചെയ്താടാ എന്ന് പറഞ്ഞിട്ട് സെൻഡ് ചെയ്യാത്ത ഇപ്പം എനിക്ക് പഴി കേൾക്കാറുണ്ട്. ആരുടെ ഫോണിലെ ഫോട്ടോ എടുത്ത് എബിൻ്റെ ഫോണിൽ അപ്പം ഈ അടുത്ത് കിട്ടൂല. അത് അയക്കാനുള്ള ജാട കൊണ്ടല്ല എൻ്റെ പൊന്നോ. ഈ പറഞ്ഞ ഫോട്ടോ ഡോക്യുമെൻ്റായിട്ട് അയക്കണം, അങ്ങനെ അയക്കണം, ഇങ്ങനെ അയക്കണം എന്നൊക്കെ പറയുമ്പോൾ കുറേയധികം പണിയുണ്ടായിരുന്നു. നമുക്കിപ്പോൾ വാട്സപ്പിൽ കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ട്. എന്നാലും എയർ ഡ്രോപ്പ് ആസ് എ ആപ്പിൾ യൂസർ ഐഫോൺ ടു ഐഫോൺ എയർ ഡ്രോപ്പ് ചെയ്യുന്ന അത്രയും സിമ്പിളായിട്ടുള്ള പരിപാടിയല്ല ആപ്പിളിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഐഫോൺ കൊണ്ട് വാട്സാപ്പിൽ ഡോക്യുമെൻ്റ് അയക്കാന്ന് പറഞ്ഞാൽ. ഈ ഒരു സംഭവം എയർ ഡ്രോപ്പ് അൺലോക്ക് ആവുന്നതുകൊണ്ട് ഇനി ആ ഒരു പഴി ഉണ്ടാവില്ല. നമുക്ക് ഡാറ്റാസും ഡോക്യുമെൻറ്റ്സ് എല്ലാം എയർ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നാലും അവിടെ ഒരു കാര്യമുണ്ട്, എയർ ഡ്രോപ്പ് ഫാസ്റ്റ് അല്ല. എങ്ങനെ? ആപ്പിൾ ടു ആൻഡ്രോയിഡ്, അതോടൊപ്പം ആൻഡ്രോയിഡിൽ എടുത്ത കുറേ വീഡിയോസ് മാക്കിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിലും അത്ര ഫാസ്റ്റ് ആയിരിക്കില്ല. നമുക്ക് ഒബ്വിയസ്ലി നമുക്കറിയാവുന്ന പോലെ ആപ്പിൾ ടു ആപ്പിൾ എപ്പോഴും കുറച്ചും കൂടി എന്താ പറയുക പ്രയോറിറ്റി ഉണ്ടാവും. ചില സമയത്ത് ഐഫോൺ വെച്ചിട്ട് നമ്മളെ മാക്കിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ ലാഗാവാറുണ്ട്. അപ്പോൾ പിന്നെയാണ് ആൻഡ്രോയിഡ് വന്നിട്ട് ഈ പറഞ്ഞ മാക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ആപ്പിളിൽ ഗൂഗിളിൻ്റെ കയ്യിൽ നിന്ന് അണ്ണ കുറച്ച് AI ഡാറ്റാസും കാര്യങ്ങളും താന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു സംഭവം തരാം, ശരി നൈസായിട്ട് ആ എയർ ഡ്രോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് ആ എക്കോസിസ്റ്റം ഒന്ന് ഞങ്ങൾക്ക് ബ്രീച്ച് ചെയ്യാൻ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഗൂഗിളിനാണ് കൊടുത്തത്. ഗൂഗിളിപ്പോൾ ഷവോമിക്ക് കൊടുത്തു, സാംസങ്ങിന് കൊടുത്തു. ഇനി ചവർ പോലെ എല്ലാ ഡിവൈസിലും വരും. ഇനി ഒന്നും ആപ്പിൾ എക്കോസിസ്റ്റമിൻ്റെ കൊടുക്കാതിരുന്നാൽ മതി. കാരണം ആപ്പിൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒരു എക്സ്ക്ലൂസീവായൊരു കാര്യമാണ്. അതാണ് എപ്പോഴും ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ നമ്മളെ പിടിച്ചെടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം മിസ്റ്റർ ഹൂസ് ദ ബോസിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞത് തന്നെയാണ്, ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ ഫ്ലാഗ്ഷിപ്പായ കുറേ ഫോണുണ്ട്. ഇപ്പോൾ സാംസങ്ങിൻ്റെ ആയിക്കോട്ടെ, വിവോൻ്റെ ഒക്കെ ക്യാമറ ടോപ്പ് നോച്ചാണ്. പക്ഷേ ഈ പറഞ്ഞ വിവോയിൽ എടുത്തൊരു ഫൂട്ടേജും കാര്യങ്ങളും നമുക്ക് എയർ ഡ്രോപ്പ് ചെയ്തെടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചധികം പണിയുണ്ട്, മനസ്സിലായ? പക്ഷേ ഐഫോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് എടുത്തു അവിടെ പേസ്റ്റ് ചെയ്തു, അവിടെ നിന്ന് എടുത്തു ഇവിടെ പേസ്റ്റ് ചെയ്തു, ഇവിടുന്ന് കേട്ടു അവിടെ കേട്ടു, നമുക്ക് എക്കോസിസ്റ്റത്തിൽ കിടന്ന് മെഴുകാം. ആ ഒരു സംഭവം, ആ ഒരു എക്സ്ക്ലൂസിവിറ്റി നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ ഒരാൾക്കും തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അത് പോയില്ലേ. അത് മോണോപോളി ആണെന്നല്ല ഞാൻ പറയുന്നത്. ചില കാര്യങ്ങൾക്ക് ചില എന്താ പറയുക ഫണ്ടമെൻ്റൽ കാര്യങ്ങളുണ്ട്, അത് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഭവം പോകും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് അത് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് ഓൾ അപ്പ് ടു മൈ പെർസ്പെക്റ്റീവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഒന്നുകൂടെ ഈ ന്യൂസ് വീഡിയോ പറഞ്ഞു തീർക്കുന്ന തൊട്ട് മുമ്പ് ഞാൻ ഒന്നുകൂടെ പറയാം, ജൂൺ 8 നമ്മുടെ ഈ പറഞ്ഞ ലൈവ് സ്ട്രീമിംഗ് പരിപാടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. രജിസ്ട്രേഷൻ ചെയ്യുക. തൊട്ട് താഴത്ത് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. എന്തായാലും വരിക, നമുക്ക് എന്തായാലും ഈ ഒരു പരിപാടി ഉഷാറാക്കാം. ആൻഡ് ഇതേപോലെ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണമെങ്കിൽ കിടിലം വാൾ പേപ്പേഴ്സും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് എബിൻ സേവിയ signing from Evika.